സയ്യറഹു, റസൂലുള്ളാഹിയെ അല്ലാഹു ആക്കിയിട്ടുണ്ട് നൂറൻ സിർഫൻ, തനിച്ച പ്രകാശമാക്കിയിട്ടുണ്ട്. ലാ യദ്ഹറു ലഹു ളില്ലുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ളില്ല് വെളിവാകാറില്ല. അസ്ലൻ, തീരെ തന്നെ അസ്ലൻ. അതിലേക്കൊന്ന് പേരോട് പറയുന്നുണ്ട്, ഇടക്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഉസ്താദ് പ്രസംഗത്തിൽ നേരത്തെ ഉദ്ധരിച്ചൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കണ്ടു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നബി തങ്ങൾക്ക് നിഴൽ ഉണ്ടാവാറില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലത്തും നിഴലില്ല എന്നല്ല. നിഴൽ അതെങ്ങനെയാണ്? നബിക്ക് ഒരിക്കലും ഒരു സമയത്ത് ഇല്ല എന്നാണ് സക്കാഫി. എവിടുന്നാണ് ഈ കിതാബ് ഓതി പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഏത് സുന്നി പറയാനാ വന്നത്? ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ? ലാ യൽഹറു ലഹു ളില്ലുൻ, റസൂലുള്ളാഹിക്ക് ളില്ലുണ്ടാവാറില്ല. അസ്ലൻ, എന്താ അസ്ലന്റെ അർത്ഥം? പഠിച്ചിട്ടില്ലെങ്കിൽ വന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അസ്ലൻ എന്ന് പറഞ്ഞാൽ തീരെ തന്നെ ഒരു കാലത്തും ഒരു സമയത്തും സൂര്യപ്രകാശത്തിലും ചന്ദ്രന്റെ പ്രകാശത്തിലും വലാ സിറാജിലും വിളക്കിന്റെ പ്രകാശത്തിലും ഉണ്ടാവാറില്ല എന്നാണ് സക്കാഫി സുന്നത്ത് ജമാഅത്ത് പഠിച്ചിട്ടുള്ളത്, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാവും പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നീ എവിടെ കൊണ്ടുപോയി വെക്കും? ഏതടത്തിലാ ഇത് കൊണ്ടുപോയി വെക്കണി? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ തള്ളിയിട്ടുള്ള സുന്നി ഏതാ? നിന്റെ സുന്നി ഖർഖൻ ലിൽ ആദതി, ഇത് അസാധാരണ സംഭവമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയാം. എന്നാൽ ഇതേ സംഭവം ഹദീസിൽ വരുന്നുണ്ട്. അൻ ഇബ്നു ജുറൈജ് قال أخبرني نافع أن ابن عباس قال لم يكن لرسول الله صلى الله عليه وسلم ظل ولم يكن يقم مع شمس قط. ഖത്തുവിന്റെ അർത്ഥം സക്കാഫി പേരോട് സക്കാഫിക്ക് അറിയില്ലെങ്കിൽ വന്നോ, ഞങ്ങൾ പഠിപ്പിച്ചു തരും. ഒരു സമയത്തും ഇല്ല എന്നാണ്, ഒരു സമയത്തും ഒളിവായിട്ടില്ല. إلا غلب ضوءه ضوء الشمس ولم يكن مع سراج, ഒരു വിളക്കിന്റെ അരികിൽ നിന്നാൽ പോലും ഖത്തു ഒരു സംഭവം പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ലാ ഗലബ ضوءه ضوء السراج, റസൂലുള്ളാഹിന്റെ പ്രകാശം മികച്ചു നിൽക്കുന്നത് കൊണ്ട് നേലി വെളിവാറില്ല. ഖത്തു ഖത്തു ഫഖത്തൊക്കെ പഠിച്ചിട്ടില്ലേ? ഇനി മറന്നുപോയെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് മേലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുൽമാനിയാണെന്ന് പറയാൻ കിതാബായിട്ട് വരരുത്, വേറെന്തെങ്കിലും ആയിട്ട് പോരെ. പരിശുദ്ധ ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് കിതാബ് എടുത്തിട്ടും ഞങ്ങൾ സമ്പാദിച്ചതിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതിരുന്നത് കൊണ്ടാ. സുന്നികളുടെ കിതാബ് എടുത്തിട്ട് നിങ്ങൾക്കിത് പറയാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ ഒരു വാദവും തെളിയിക്കാൻ സാധിക്കുകയില്ല. തനിച്ച ബിദ്അത്ത് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ നുബുവത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അതിനോടുള്ള മഹത്വവും അതിനോടുള്ള ബഹുമാനവും ഇല്ലായ്മ ചെയ്യുന്ന സിയോണിസ്റ്റ് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീനിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് കിതാബ് എടുത്തിട്ടും ഞങ്ങൾ സമ്പാദിച്ചതിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതിരുന്നത് കൊണ്ടാ. സുന്നികളുടെ കിതാബ് എടുത്തിട്ട് നിങ്ങൾക്കിത് പറയാൻ സാധിക്കുകയില്ല, നിങ്ങളുടെ ഒരു വാദവും തെളിയിക്കാൻ സാധിക്കുകയില്ല. തനിച്ച ബിദ്അത്ത് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ നുബുവത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും അതിനോടുള്ള മഹത്വവും അതിനോടുള്ള ബഹുമാനവും ഇല്ലായ്മ ചെയ്യുന്ന സിയോണിസ്റ്റ് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ചിന്തിച്ചു നോക്കും. എന്നാ എന്താ ഇയാൾ ഈ പറഞ്ഞതെന്ന് നോക്കണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ നേലുണ്ടായിരുന്നു. ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അവൻ പറയണം, ഒരു ഹദീസ് ഉദ്ധരിച്ച് പറയാ എന്തെന്ന്. ഇപ്പൊ ഇയാളെ പണി അതാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഘോരഘോരം ശബ്ദിച്ചിട്ട് അതുകൊണ്ട് ജീവിച്ചിരുന്ന ആളാ. ഇപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല, മുടിയുണ്ടല്ലോ, അതുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് ഇപ്പൊ റസൂലുള്ളാഹിക്ക് നേലുണ്ടാവോ എന്ന് ചിന്തിക്കാനുള്ള ഹദീസ് തിരയില അയാളെ പണി. എന്നിട്ട് മൂപ്പർക്കൊരു ഹദീസ് കിട്ടി. ആ ഹദീസിൽ എന്താ ഉള്ളത്? ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ആ ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഭാര്യ സഫിയ ബീവിക്ക്
സൈനബ ബീവിയോട് ഒരു ബഈർ കൊടുക്കാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. സംഭവം സുദീർഘമാണ്, യാത്രയിൽ വെച്ച് അവരുമായി അടുക്കാറില്ല. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഇനി റസൂലുള്ള എൻ്റെ അടുത്ത് വരില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മഹദി കണ്ടു ലില്ലഹു, റസൂലുള്ളാഹിയുടെ ലില്ലിനെ കണ്ടു. ഇതുകൊണ്ട് കിട്ടിയപ്പോ അല്ലാഹ് കിട്ടിപ്പോയി. ഇനി ഇബ്നു ഹജർ ഇമാമ് പറഞ്ഞതും നോക്കണ്ട, ഇമാം റാസി പറഞ്ഞതും നോക്കണ്ട, സക്കരിയ അൻസാരി പറഞ്ഞതും നോക്കണ്ട, ഇവര് ആരും ഇതൊന്നും കണ്ടില്ല. ഇതൊന്നും നോക്കണ്ട. നമുക്ക് നമ്മളെ ഉസ്താദിനെ സംരക്ഷിക്കലല്ലേ നമ്മളെ വിഷയം, നമ്മളെ സംഘടന സംരക്ഷിക്കലല്ലേ നമ്മളെ വിഷയം. അതുകൊണ്ട് എടുത്ത് കാച്ചി മൂപ്പര്. എന്നിട്ട് മൂപ്പര് പറയുന്നുണ്ട്, അറിയോ, ഇവിടെ സൈനബ ബീവി പറയുന്നുണ്ട്, ഒരു നേല് കണ്ടു. മൂപ്പര് പറയാ, ഇന്ന ഹാദാ ലളില്ലു റജുലിൻ, ഇത് ഒരു പുരുഷന്റെ നേലാണ്. അപ്പൊ പേരോടിന്റെ വിശദീകരണം, നേലിന്റെ താടിയും തലയെക്കെട്ടൊക്കെ കണ്ടപ്പോ നേല് പുരുഷന്റെതാന്ന് മനസ്സിലായി. നേലിന്റെ താടിയും തലയെക്കെട്ടൊക്കെ കണ്ടിട്ട് നേല് പുരുഷന്റെതാ, റസൂലുള്ളാഹിന്റെ അടുത്ത് വരാറുമില്ല, അതൊരു പുരുഷനാണല്ലോ വരുന്നത് എന്ന് മുപ്പത്തിയങ്ങനെ പറഞ്ഞു എന്നാണ്, മഹദി പറഞ്ഞു എന്നാണ്. സാധു നേലിനെന്ന താടിയും തലപ്പാവും വേർതിരിച്ച് കണ്ടു എന്നാണ് നേല്. അത് പോട്ടെ, അത് നമുക്ക് അവിടെ മാറ്റിവെക്കാം. പക്ഷെ ഹദീസിന്റെ തൊട്ടടുത്ത് അതേ ഹദീസ് പല രൂപത്തിൽ വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ. ഏതാ ഈ സന്ദർഭം? ഒരു ദിവസം ഖാഇദത്തുൻ ഇരിക്കുകയാണ്, നട്ടുച്ച സമയത്തുണ്ടാവുന്ന നേൽ എത്രയുണ്ടാകും ആദ്യം ചിന്തിക്കാം. അപ്പോഴാണ് ഒരു നേൽ എന്ന് പറയുന്ന ഇയാൾ അർത്ഥം വെച്ച ഈ ലില്ല് കാണുന്നത്. ലില്ല് കാണുന്നു, അപ്പോഴാണ് പറയുന്നത് ഇത് റസൂലുള്ളാവാൻ സാധ്യതയില്ല, റസൂലുള്ളാഹിനായിട്ട് തെറ്റിയിട്ടല്ലേ ഉള്ളത്, ആ പുരുഷന്റെ നേലാണ് താനും എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ റസൂലുള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അത്രയും അകലെ നിന്ന് കാണുന്നു. റസൂലുള്ളാഹി ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും അകലെ, റസൂലുള്ളാഹി ആണ് എന്നറിയാൻ റസൂലുള്ളാഹിയുടെ ആ സുഗന്ധം വമിച്ചാൽ തന്നെ എത്രയോ അകലെന്ന് അറിയുന്ന ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അത് ഇയാൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ റസൂലുള്ളാഹിയാണ് എന്ന് അറിയാൻ പറ്റാത്ത അത്ര അകലെ നിന്ന് നട്ടുച്ച സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു ചാണോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന ആ നേല് കണ്ടിട്ട് ഒരു പുരുഷന്റെ നേലാണെന്ന് മനസ്സിലാക്കി എന്ന അർത്ഥം വെക്കാൻ മാത്രം ഇയാള് തരം താന്നല്ലോ. ഇയാൾ ഇത്രമാത്രം അതും അധപ്പതിച്ചല്ലോ. എന്നാൽ വാസ്തവത്തിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അവിടെ നമ്മൾ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം സക്കരിയ അൻസാരിയും അതുപോലെയുള്ള അയിമ്മത്ത് റസൂലുള്ളാഹിക്ക് തീരെ നേലുണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഈ ഒരു റിപ്പോർട്ടിൽ വരികയും ചെയ്യുന്നു. ലില്ലിന് എത്ര അർത്ഥമുണ്ടെന്ന് നോക്കണം. ലില്ലിന് ഒരുപാട് അർത്ഥമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലില്ലി എന്ന് പറയുമ്പോൾ ലില്ലി എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. അതിൽപ്പെട്ട അസ്സുൽത്താനു ലില്ലുല്ലാഹ്, സുൽത്താൻ ഒരു യഥാർത്ഥ ഭരണാധികാരി, നല്ല ഭരണാധികാരി അള്ളാഹുവിന്റെ ഭൂമിയിലെ നേല, അള്ളാഹിന്റെ നേലാണെന്ന് അർത്ഥം വെക്കല്. അങ്ങനെ അർത്ഥം വെക്കേണ്ടത്. ലാ യുഫാരിഖു ലില്ലി ലില്ലക് എന്ന് പ്രയോഗിക്കാറുണ്ട്, ഞാൻ നിന്നെ വേർപിരിയുകയില്ല എന്ന് വെച്ചാൽ ലില്ലു റജ്ലി ഐ ശഖ്സുഹു. എല്ലാ ലോകത്തിന്റെ കിതാബുകളും പരിശോധിച്ചപ്പോൾ ഒരു മനുഷ്യന്റെ ലില്ലി എന്നതിന് ഇങ്ങനെയും അർത്ഥമുണ്ട്. ഒരാൾ പെരുമാറ്റം, ഒരു വ്യക്തി, ഒരു രൂപം എന്നൊക്കെ. ആളെ വ്യക്തമല്ല, ഒരാൾ പെരുമാറ്റം കണ്ടു, ഒരു രൂപം ഇങ്ങനെ കണ്ടു എന്ന അർത്ഥത്തിൽ ആരാണെന്ന് വ്യക്തമാവുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് മഹദി പറയുന്നത്. ഒരു പുരുഷനെ പോലെ കാണുന്നുണ്ട് അകലെന്ന് ഇങ്ങനെ കാണുമ്പോൾ, ഒരു പുരുഷനാണെന്ന് മനസ്സിലാകുന്നുണ്ട് അകലെന്ന് കാണുമ്പോൾ, എന്നാൽ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് മഹദി പറയുന്നത്. ഒരു ആൾ പെരുമാറ്റം കണ്ടു, മനുഷ്യരൂപം കണ്ടു, ആണാണെന്ന് മനസ്സിലായി. ഇതാണ് മഹദി പറയുന്നത് എന്നല്ല ഹദീസിൽ